എല്ലാവർക്കും നമസ്കാരം. പാർവതി സ്കൂൾ ഓഫ് കൊമേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. പ്ലസ് വൺ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഭാഗമാണ്. അതല്ലാണ്ട് തന്നെ അക്കൗണ്ടിങ് റിലേറ്റഡ് എല്ലാത്തിൻ്റെ ഏറ്റവും ബേസായിട്ട് വരുന്ന കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഒരു 6 പ്രിൻസിപ്പിൾസാണ് അക്കൗണ്ടിങ്ങിലുള്ളത്. അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിളാണ്. റവന്യൂ റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ ഇതിനെ വിളിക്കും. അത് ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ദിസ് പ്രിൻസിപ്പിൾ സ്പെസിഫൈസ് ദ ടൈം അറ്റ് വിച്ച് റവന്യൂ റിയലൈസ്ഡ് ബൈ ദ ബിസിനസ്. അതായത് എപ്പോഴാണ് ഏത് പോയിൻ്റ് ഓഫ് ടൈമിലാണ് ഒരു ബിസിനസ് അതിൻ്റെ റവന്യൂ റിയലൈസ് ചെയ്യേണ്ടത്, ഒരു റവന്യൂ ഏൺ ചെയ്തു എന്ന് കണക്കാക്കേണ്ടത്, ആ സമയം എപ്പോഴാണെന്നുള്ള കാര്യമാണ് ഈ റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് ആണല്ലേ, അതിൻ്റെ വിൽപ്പനയാണ്. അപ്പോൾ ഈ വിൽപ്പന നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഏത് പോയിൻ്റ് ഓഫ് ടൈമാണ് അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് റവന്യൂ ഏൺ ചെയ്യുന്നതായിട്ട് ബിസിനസ് കണക്കാക്കുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ദ പോയിന്റ് ഓഫ് സെയിൽ അറ്റ് വിച്ച് ദ ഓണർഷിപ്പ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. അതായത് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയറിലോട്ട് ഈ സാധനത്തിൻ്റെ ഓണർഷിപ്പ്, ടൈറ്റിൽ, അതിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പോയിന്റിലാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് ഒരു ബിസിനസ് കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ആക്ച്വൽ വിൽപ്പന നടക്കുമ്പോഴത്തേക്കും അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. അതായത് ഈ റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് സെയിൽസ് നടക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മണി അല്ലെങ്കിൽ മണീസ് വർത്ത് റിട്ടേൺ ആയിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സെയിൽസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, കടമായിട്ട് വാങ്ങിക്കുന്നതല്ല, പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്ന സമയത്തുള്ള റവന്യൂവിൻ്റെ റിയലൈസേഷനാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. പിന്നെ ഈ പ്രിൻസിപ്പിളിന് 2 എക്സെപ്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ബിസിനസ്സിലെ 2 കാര്യങ്ങൾ ഈ റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിളിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതിലാദ്യം വരുന്നത് ഹയർ പർച്ചേസ് സിസ്റ്റം ആണ്. അതായത് ഇതിൻ്റെ എക്സെപ്ഷൻസ് എന്ന് നമ്മൾ പറയും. ഇത് ഒഴിവാക്കിയേക്കുന്ന 2 കാര്യങ്ങളുണ്ട്, 2 ബിസിനസ് ട്രാൻസാക്ഷൻ ഉണ്ട്. ഒന്ന് വരുന്നത് ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിനൊക്കെ സാധനം വാങ്ങിക്കത്തില്ലേ, അതാണ് ഹയർ പർച്ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുന്ന സമയത്ത് എന്ത് പൂർണ്ണമായിട്ടും ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ. അതുവരെ ആ സാധനത്തിൻ്റെ പൊസഷനാണ്, കൈവശാവകാശം മാത്രമാണ് സെല്ലർ ബയറിന് കൊടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങുകയാണ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ, അത് 10,000 റുപ്പീസാണ്, 15,000 റുപ്പീസാണെന്ന് വിചാരിക്കുക. 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് 5,000, 5,000, 5,000 3 മാസം കൊണ്ട് ഞാനത് അടച്ചു തീർക്കണം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മാസം തന്നെ ഈ പൊസഷൻ ഫ്രിഡ്ജ് എൻ്റെ കയ്യിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കൈവശാവകാശം മാത്രമാണ്, അതിൻ്റെ ഓണർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 3 മാസം കൊണ്ട് 15,000 രൂപയും അടച്ചു തീർക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിളിൽ വരത്തില്ല. കാരണം ആദ്യത്തെ മാസം തന്നെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നില്ലേ, ബിസിനസ്സിന് ആ പ്രോഡക്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നുണ്ട്. അല്ലാതെ പൊസഷൻ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല, അതിന് മുമ്പ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പിളിനെതിരായില്ലേ. അതുകൊണ്ടാണ് പറയുന്നത് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സെപ്ഷനാണ്, അത് അപ്ലൈ ചെയ്യാത്തൊരു സിസ്റ്റമാണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വേറൊരു സിറ്റുവേഷൻ കൂടിയുണ്ട്. ഹയർ പർച്ചേസിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് വലിയ വലിയ കോൺട്രാക്റ്റിൻ്റെ കാര്യം എടുത്താലും ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്തെ കോൺട്രാക്ടറിന് എന്ത് കിട്ടുകയുള്ളൂ? കോൺട്രാക്റ്റ് പ്രൈസ് കിട്ടുകയുള്ളൂ. പക്ഷേ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇപ്പോൾ വലിയ ബിൽഡിംഗ്, ഒരു 3 നിലയുള്ള വലിയൊരു ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റാണ് ഒരു ബിസിനസ് എടുത്തേക്കുന്നതെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ ഒരു 3-4 വർഷം കൊണ്ടായിരിക്കും ഇവർ തീർക്കുന്നത്. പക്ഷേ ഓരോ സ്റ്റേജസ് ഓഫ് പണി കഴിയുമ്പോഴത്തേക്കും അവർക്ക് എന്ത് കിട്ടും? അവർ അതുവരെ ചെയ്ത വർക്കിൻ്റെ ഒരു റിട്ടേൺ, ഇൻകം കിട്ടും. അപ്പോൾ അതുകൊണ്ടും അവിടെ റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ ആയ സെയിൽസ് എപ്പോഴാണ് അതിൻ്റെ റവന്യൂ ഇൻകം ബിസിനസ്സിൻ്റെ കയ്യിൽ കിട്ടുന്നത്, ആ പോയിൻ്റ് ഓഫ് ടൈം, ആ സമയം എപ്പോഴാണെന്നാണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. എപ്പോഴാണ് ആ സമയം? അത് ആ പ്രോഡക്റ്റിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയറിൻ്റെ കയ്യിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത്, അപ്പോഴാണ് ആക്ച്വൽ റവന്യൂ റിയലൈസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പ്രിൻസിപ്പിൾ നോക്കാം, വെരിഫയബിൾ ഒബ്ജക്റ്റ്.
എന്താണ് വെരിഫയബിൾ ഒബ്ജക്റ്റ്. അതെന്താണെന്നും അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വെരിഫൈ ചെയ്യാൻ പറ്റണം എന്ത്? ബിസിനസ്സിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും. ഇത്രയേ ഉള്ളൂ. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 10 lakh rupeesൻ്റെ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ്, അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ പുറത്തുനിന്ന് ഒരാൾ വരുവാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് എന്താണ്? ആ ട്രാൻസാക്ഷൻ്റെ ബില്ലാണല്ലേ. അതായത് വൗച്ചറുകൾ, ബില്ലുകൾ, ഇൻവോയ്സുകൾ, അതിനെയൊക്കെ എല്ലാത്തിനെയും കൂടി നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? സോഴ്സ് ഡോക്യുമെൻ്റ്. വെരിഫയബിൾ ആൻഡ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ ഇത്രേ പറയുന്നുള്ളൂ. ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷൻ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ സോഴ്സ് ഡോക്യുമെൻ്റ്. എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും അതിനൊരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാവണം. അതിൻ്റെ ബില്ലായിട്ടോ അതിൻ്റെ വൗച്ചറായിട്ടോ അതിൻ്റെ ഇൻവോയ്സ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ എല്ലാ ട്രാൻസാക്ഷനും എന്തുണ്ടാവണം? ആ ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാവണമെന്നാണ് ഈ വെരിഫയബിൾ ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മാച്ചിങ് പ്രിൻസിപ്പിളാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഇൻകവും ഒരു പീരീഡിൽ ഇൻകവും എക്സ്പെൻസുകളും തമ്മിൽ മാച്ച് ആവണം. അതായത് സപ്പോസ് ഇപ്പോൾ 2020 അല്ലേ, ഞാൻ 2019 ഡിസംബറിൽ എൻ്റെ ബിസിനസ്സിൽ ജോലി ചെയ്ത ഒരു വർക്കറിന് 2019 അയാൾ വന്നിട്ട് കുറച്ച് ജോലി ചെയ്തത്. പുറത്തുനിന്നുള്ള ഒരാളാണ്. അയാൾ വന്നിട്ട് കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് അയാൾ പോയി. അയാളുടെ സാലറി ഞാൻ കൊടുക്കുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ്. അതായത് 2020 ജൂണിലാണ് അയാളുടെ സാലറി ഞാൻ കൊടുക്കുന്നത്. പക്ഷേ അപ്പം നോക്കിക്കേ, എനിക്ക് 2019 കിട്ടിയ ഒരു സർവീസിൻ്റെ, അതായത് ആ റവന്യൂവിന് മാച്ച് ചെയ്യുന്ന കൺസേൺഡ് എക്സ്പെൻസ് ഞാൻ നടത്തുന്നത് എപ്പോഴാണ്? 2020 2019 കിട്ടിയതിൻ്റെ പേയ്മെൻറ്റ് 2020 നടത്തുന്നു. അങ്ങനെ പറ്റത്തില്ല. ബിസിനസ് എപ്പോഴും ചെയ്യുന്നത് ഈ 2019 കിട്ടിയ റവന്യൂ ഉണ്ടല്ലോ, ആ വർഷം തന്നെ ഇത്രയും രൂപ കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞ് കാണിക്കും. എന്ന് വെച്ചാൽ റവന്യൂയും എക്സ്പെൻസും തമ്മിൽ എന്താവണം? മാച്ച് ആവണം. ആക്ച്വലി കൊടുത്തിട്ടില്ലെങ്കിലും ഇത് കൊടുക്കാനുള്ള എമൗണ്ട് ആണ് എന്നും പറഞ്ഞ് കാണിക്കും. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു അക്കൗണ്ടിങ് ഇയർ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാവുന്ന എക്സ്പെൻസ് ഈക്വലായിട്ടുള്ള റവന്യൂ ഉണ്ടാവണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസും ആ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ നടന്നിട്ടുണ്ടാവണം. അതിനെയാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ റവന്യൂയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസും റെക്കോർഡ് ചെയ്യണം. ആക്ച്വലി ബിസിനസ് ആ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് മീറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസ് ആണ്, ഇത്രയും കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കേണ്ടി വരും. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ ഇത്രേ പറയുന്നുള്ളൂ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡ്യുവൽ ആസ്പെക്റ്റ്, എല്ലാ ട്രാൻസാക്ഷനും 2 ഘടകങ്ങൾ ഉണ്ടാവുമെന്നാണ് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഗിവിങ് ആസ്പെക്റ്റും ഒരു റിസീവിങ് ആസ്പെക്റ്റും. ഇപ്പോൾ നമുക്ക് സപ്പോസ് ഒരു ട്രാൻസാക്ഷൻ എടുക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരിക്കും? എല്ലാ ബിസിനസ്സിൻ്റെയും ഓണർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു 10 lakh rupees ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ പാർവതി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹10 lakh. ഫസ്റ്റ് ട്രാൻസാക്ഷനാണ് ആ ബിസിനസ്സിൻ്റെ. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിക്കേ, അവിടെ ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്. എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ച് 10 lakh rupees അത്രയും ക്യാപിറ്റൽ ബിസിനസ്സിന് കിട്ടി. പക്ഷേ അത് ഓണറുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. ഓണറും ബിസിനസ്സിനായിട്ട് സെപ്പറേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് എപ്പോഴായാലും ഈ ക്യാപിറ്റൽ ബിസിനസ് എന്ത് ചെയ്യണം? ഓണറിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു ബാധ്യത ഉണ്ടായില്ലേ 10 lakhൻ്റെ ബാധ്യതയുണ്ടായി. 10 lakh rupees അത്രയും പൈസ അസറ്റായിട്ട് കിട്ടുകയും ചെയ്തു. 2 ആസ്പെക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി വേറൊരു ട്രാൻസാക്ഷൻ എടുക്കാം. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ മുടക്കി ബിസിനസ് ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ 5 ലക്ഷം രൂപ മുടക്കുകയും ചെയ്തു, അതിന് പകരം മെഷീനറി 5 ലക്ഷം രൂപയുടെ മെഷീനറി കിട്ടുകയും ചെയ്തു. എന്നുവെച്ചാൽ ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്. ഇതിനെയാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഈ 2 ആസ്പെക്റ്റുകളാണ്. എന്തൊക്കെയാണ്? ഗിവിങ് ആസ്പെക്റ്റ്, അതേപോലെ തന്നെ റിസീവിങ് ആസ്പെക്റ്റ്. ടെക്നിക്കലി ഈ ഘടകങ്ങൾക്ക് നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഗിവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്ന് വിളിക്കും. എന്താണ്? ഡെബിറ്റ്. റിസീവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നും വിളിക്കും. ഇത് ടെക്നിക്കലി അക്കൗണ്ടിങ്ങിൽ നമ്മളിത് എളുപ്പത്തിൽ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ടേംസാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. 2 ടെക്നിക്കൽ വേർഡ്സ് ആണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരും.
അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഇതാണ്: അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അസറ്റ്, അതിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് എപ്പോഴും ബാധ്യതയ്ക്കും അതിൻ്റെ ക്യാപിറ്റലിനും തുല്യമാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഈ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കിനി അങ്ങോട്ട് ഇത് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് അവരുടെ ലൈഫ് ലോങ് ആവശ്യമുള്ളൊരു കാര്യമാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഈ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഈ ബിസിനസ്സിൻ്റെ ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്. ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് എന്നുള്ളതിൻ്റെ ബേസിൽ. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ, ക്യാപിറ്റൽ ₹10 lakh കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നമുക്ക് നോക്കാം, അവിടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എത്രയുണ്ട്? 10 ലക്ഷം ഉണ്ട്. അതേപോലെ തന്നെ ലയബിലിറ്റി അങ്ങനെ നിൽക്കട്ടെ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയുണ്ട്? 10 ലക്ഷം ഉണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ ഇക്വേഷൻ ശരിയാവുന്നില്ലേ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിയാലും ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. ക്ലിയർ അല്ലേ? നമുക്കിനി സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം നോക്കാം, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ആ പേര് പറയുന്നത് പോലെ തന്നെ ഫുൾ ഡിസ്ക്ലോഷറാണ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്, അതിൻ്റെ ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഗവൺമെൻറ് ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരെയും കൂടി നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഷെയർ അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയുന്നതിന് വേണ്ടിയിട്ട് തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും ബിസിനസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അടച്ചു വെക്കുക. അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ തുറന്നു വെക്കുക. ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അത് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സൂപ്പർവൈസർ ഒരു ദിവസം നോട്ട് ചെയ്യുകയാണ്, അയാൾക്ക് കിട്ടിയേക്കുന്ന എംപ്ലോയീസിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കലാണ് ഈ സൂപ്പർവൈസറിൻ്റെ ജോലി. അതിലൊരു എംപ്ലോയി തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല. ഒരു മാസം തുടർച്ചയായിട്ട് അയാൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല. ഒരു 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ടാർഗറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ അയാൾ എല്ലാ ദിവസവും പകുതിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, 5 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സൂപ്പർവൈസർ എന്ത് ചെയ്യണം? ആ കാര്യം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ അറിയിക്കണം. എന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യണം. മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം അയാൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി ആ സൂപ്പർവൈസറിൻ്റെ തന്നെ കീഴിലുള്ളൊരു എംപ്ലോയി ഒരു ദിവസം ഒരു 8 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. 10 അവരുടെ ടാർഗറ്റ്, 2 യൂണിറ്റ് അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറെ എല്ലാ ദിവസങ്ങളും കൃത്യമായിട്ട് 10 യൂണിറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് ബിസിനസ്സിന് സഹായകരമായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ മാത്രം എല്ലാവരും എന്ത് ചെയ്താൽ മതി? ബിസിനസ്സിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. അതിനെയാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഇൻഫർമേഷൻസ് മാത്രം ബിസിനസ് പുറത്തുവിടുക. ഇനി ലാസ്റ്റ് വരുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. ആ പേര് പറയുന്നത് പോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു ബിസിനസ് അതിൻ്റെ അസറ്റൊക്കെ വാങ്ങത്തില്ലേ, ഇപ്പോൾ മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, അങ്ങനെ ഒരുപാട് സ്വത്തുക്കളുണ്ട്. ഇതൊക്കെ വാങ്ങുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസിലായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഹൈവേ സൈഡിലുള്ളൊരു സ്ഥലമാണ്, 5 സെൻറ്റ് സ്ഥലമുണ്ട്. സെൻറ്റിന് 1 ലക്ഷം രൂപ വെച്ചിട്ട് 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ സ്ഥലം വാങ്ങിയത്. അപ്പോൾ ഞാനത് എൻ്റെ ബിസിനസ്സിൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് അസറ്റ് ലാൻഡ് 5 ലക്ഷം എന്നും പറഞ്ഞിട്ടാണ്. ഒരു പിറ്റേ വർഷമായപ്പോഴത്തേക്കും ഈ സെയിം സ്ഥലത്തിന് തന്നെ സെൻറ്റിന് 1 ലക്ഷം എന്നുള്ള സെൻറ്റിന് 1.5 ലക്ഷമായി. നിങ്ങൾക്കറിയാം ലാൻഡിൻ്റെ വില ഇങ്ങനെ കയറിക്കോറി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ 1.5 ലക്ഷമായി. അപ്പോൾ 7.5 ലക്ഷം, 5 ലക്ഷം എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് 7.5 ലക്ഷം രൂപയുടെ വാല്യൂ ആയ സ്ഥലത്തിന്. പക്ഷെ എന്ന് കരുതി ഞാൻ ഒരിക്കലും എൻ്റെ ബിസിനസ്സിൻ്റെ ബുക്കിൽ ലാൻഡ് 7.5 ലക്ഷം എന്ന് കാണിക്കത്തില്ല. അത് എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് ആ പ്രൈസ് വേണം കാണിക്കാൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഏത് അസറ്റ് ആയാലും അത് അക്വയർ ചെയ്ത പ്രൈസിന്, അത് വാങ്ങിയ പ്രൈസിന് ബിസിനസ്സിൻ്റെ ബുക്സിൽ കാണിക്കുക. അപ്പോൾ ഇത് 6 എന്തായിട്ട് വരുന്നത്? ബിസിനസ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്
വളരെ എളുപ്പമാണ് ശരിക്കും. റവന്യൂ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ റവന്യൂ എപ്പോഴാണ് ബിസിനസ്സിൻ്റെ കയ്യിൽ കിട്ടുന്നത്, എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. 2 എക്സെപ്ഷൻ ഉണ്ട് അതിന്, ഹയർ പർച്ചേസും കോൺട്രാക്റ്റ് ബിസിനസ്സും. വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ് സപ്പോർട്ട് ചെയ്യണം, എന്ന് വെച്ചാൽ എല്ലാ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യാൻ പറ്റണം. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിൽ മാച്ച് ചെയ്യാൻ പറ്റണം. പിന്നെന്താണ് പറയുന്നത്, ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ. എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റുകളുണ്ട്, 2 ഘടകങ്ങളുണ്ട്, ഒരു ഗിവിങ് ആസ്പെക്റ്റും ഒരു റിസീവിങ് ആസ്പെക്റ്റും. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ബിസിനസ് എന്ത് ചെയ്യണം, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവണം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അസറ്റ്, എല്ലാ അസറ്റുകളും അത് വാങ്ങിയ വിലക്ക് തന്നെ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ഇത് ഇത്രയാണ്, ഈ 6 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കുക. താങ്ക് യു ഓൾ.